നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശങ്ങളൊരുങ്ങി പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രോത്സവം ബുധനാഴ്ച. മുക്കുപണ്ടം പണയം വെച്ച ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച 3 പേരെ വലപ്പാട് പോലീസ് പിടികൂടി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി. വാർത്തകൾ തുടരുന്നു. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലെ ഉത്സവം ബുധനാഴ്ച ആഘോഷിക്കും. ഉത്സവത്തിന് മുന്നോടിയായുള്ള സാംസ്കാരിക പരിപാടികൾ തുടങ്ങി. റവന്യൂ മന്ത്രി കെ രാജൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദന്റെ അരങ്ങുണർത്തലോടെ ആരംഭിച്ച യോഗത്തിൽ ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ അധ്യക്ഷനായി. മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിദ്യാധരൻ മാസ്റ്റർ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു എന്നിവർക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിച്ചു. സ്വാമി അസംഗാനന്ദഗിരി, സിനിമാതാരം ദേവൻ, സ്വാമി ദിവ്യാനന്ദഗിരി സിദ്ധൻ പറയങ്ങാട്ടിൽ, കൺവീനർ ചെമ്പകശ്ശേരി പുരുഷോത്തമൻ, പ്രോഗ്രാം കൺവീനർ വേണുഗോപാൽ കൊല്ലാറ, ഉപദേശക സമിതി അംഗങ്ങളായ സുഗതൻ കുണ്ടായിൽ, അജയൻ പറവത്ത്, ശിവജി കൈപ്പുള്ളി, ചന്ദ്രബോസ് വള്ളൂക്കാട്ടിൽ, ഉണ്ണികൃഷ്ണൻ അഴിമാവ്, പഞ്ചായത്ത് അംഗം ഷീജ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. മുക്കുപണ്ടം പണയം വെച്ച ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച 3 പേരെ വലപ്പാട് പോലീസ് പിടികൂടി. നാട്ടിക സെന്ററിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വ്യാജ ആഭരണം പണയം വെച്ച് 40,000 രൂപ തട്ടിയതിനു പിന്നാലെ നാട്ടിക ബീച്ചിലെ മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ വീണ്ടും പണയം വയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവർ കുടുങ്ങിയത്. നാട്ടിക പുത്തൻതോട് ചിറ്റേഴത്ത് വടക്കുന്നാഥൻ, താന്യം എടക്കളത്തൂർ റിജോ, കോട്ടപ്പടി വെള്ളാപ്പറമ്പിൽ സനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാവിലെ നാട്ടികയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ 1 പവനോളം തൂക്കം വരുന്ന മുക്കുപണ്ടം പണയം വെച്ച് 40,000 തുക തട്ടിയ ശേഷം ഇവർ മുങ്ങുകയായിരുന്നു. സംഭവത്തിൽ സംശയം തോന്നിയ സ്ഥാപന ഉടമ സുധീർ ആഭരണം പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് സ്ഥിരീകരിച്ചത്. ശനിയാഴ്ച തീയതി ഉച്ചയ്ക്ക് സുധീറിന്റെ തന്നെ ഉടമസ്ഥതയുള്ള മറ്റൊരു സ്ഥാപനത്തിൽ വീണ്ടും മുക്കുപണ്ടം പണയം വെക്കാൻ എത്തിയപ്പോൾ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് സംശയം തോന്നിയതോടെ വിവരമറിയിച്ചതിനെ തുടർന്ന് സുധീർ സ്ഥലത്തെത്തിയപ്പോൾ ഇവർ ഓട്ടോയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ എം കെ രമേഷും സംഘവും അയോധ്യ ബാറിന് സമീപം വെച്ച് ഓട്ടോ സഹിതം ഇവരെ പിടികൂടുകയായിരുന്നു. SI-മാരായ ആന്റണി ജിംഭിൾ, പി യു ഉണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി യു മനോജ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ മുജീബ് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ 12.70 കോടി രൂപയുടെ കരട് പദ്ധതിക്ക് രൂപം നൽകി. ഉൽപാദന മേഖലയിൽ 1,05,80,000 രൂപയും സേവന മേഖലയിൽ 4,62,33,000 രൂപയും പശ്ചാത്തല മേഖലയിൽ 7,01,38,000 രൂപയും പദ്ധതിക്കായി വകയിരുത്തി. ഗ്രീൻ വില്ലേജ് സ്മാർട്ട് വില്ലേജ് എന്നതിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. വികസന സെമിനാർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KA തപതി വാർഷിക പദ്ധതി അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജ്യോതി രവീന്ദ്രൻ, സുധീർ പട്ടാലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CR ഷൈൻ, വസന്ത ദേവലാൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ EK തോമസ്, അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെയാണ് രണ്ടുപേരും ഇവിടെ നടത്തിയത്. 5 വർഷക്കാലം പൂർത്തീകരിക്കുകയാണ് ഈ പുതിയ ഭരണസമിതി അല്ലെങ്കിൽ നിലവിലുള്ള ഭരണസമിതി അധികാരമേറ്റത്. ഒട്ടനവധി ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ടുള്ള ഭരണസമിതി എല്ലാ വാർഡിനകത്തും 20 വാർഡിനകത്തും രാഷ്ട്രീയത്തിനതീതമായി കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനവും നേട്ടവും കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. അവിടെ വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ നയപരമായ കാര്യങ്ങളിലോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങളിലോ ഒക്കെ തന്നെ നമുക്ക് എതിർപ്പുകൾ ഉണ്ടാകാം. സ്വാഭാവികമാണ്. എല്ലാവരും മറ്റു പാർട്ടിയൊന്നുമല്ല. അവരെ നയിക്കുന്ന പ്രസ്ഥാനത്തിനും കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം.
അതും തെറ്റല്ല. അതൊക്കെ നമ്മുടെ വിദ്യാലയ മണലൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ വികസന സമിതി യോഗം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എ വി ശ്രീവത്സൻ അധ്യക്ഷനായി. ഓണററി മാനേജർ വി വി സജീന്ദ്രൻ, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, വാർഡ് മെമ്പർ മിനി അനിൽകുമാർ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, PK അരവിന്ദൻ, KV ഡേവിസ്, വൈസ് പ്രസിഡന്റ് PK മോഹനൻ, DV പ്രഭാത്, PR മുരളീധരൻ, രാജേഷ് കൊല്ലടി, KK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ അതിപുരാതനമായ ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 21, 22, 23 തീയതികളിൽ. ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ ചേറ്റുവ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തീരദേശത്തെ ഏറ്റവും വലുതും ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച അടിയന്തര ചികിത്സാ വിഭാഗം. എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റിന്റെ സേവനം 24 മണിക്കൂറും. റോഡ് അപകടങ്ങൾ, വീടുകളിലും തൊഴിലിടങ്ങളിലും സംഭവിക്കുന്ന വീഴ്ചകൾ, കുഴഞ്ഞുവീഴൽ, തീപ്പൊള്ളൽ, മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ, ഹൃദ്രോഗ ലക്ഷണങ്ങൾ, വയറുവേദന, മൂത്രത്തടസ്സം, തളർച്ച, സോഡിയം കുറയൽ, പക്ഷാഘാത ലക്ഷണങ്ങൾ, മെഡിക്കൽ ICU, കാത്ത് ലാബ്, കാർഡിയാക് ICU, ഓർത്തോ ICU, വെന്റിലേറ്റർ, CT സ്കാൻ, എക്കോ, ECG, എക്സ്റേ, ലബോറട്ടറി. എല്ലാ ദിവസവും 24 മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ലേബർ റൂം കോംപ്ലക്സ് എന്നിവയുടെ പ്രവർത്തനവും ഫീനിക്സ് മെഡിസിറ്റിയിൽ ലഭ്യമാണ്. ഫോൺ 0487 229 4444 9747 215 850. തുടരുന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മതിലകം ഏരിയ സമ്മേളനം മൂന്നുപീടിക വ്യാപാരി ഭവനിൽ നടന്നു. AKTA സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KE ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അനിത റോയ് സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി അൻസിയ റഹ്മത്തുള്ള വാർഷിക റിപ്പോർട്ടും ട്രഷറർ പ്രസീത PP വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. VM സോമനാഥൻ, KV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളി പെൻഷൻ സർവീസ് പെൻഷനായി നൽകണമെന്നും പെൻഷൻ തുക 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും പ്രസവ ധനസഹായം 13,000 രൂപ ഒറ്റത്തവണയായി നൽകണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ഗവൺമെന്റിനോടും ക്ഷേമനിധി ബോർഡിനോടും ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് KI ബാബുരാജ്, ഏരിയ സെക്രട്ടറി അൻസിയ റഹ്മത്തുള്ള, ഏരിയ ട്രഷറർ PP പ്രസീത എന്നിവരടങ്ങിയ 25 അംഗ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ ഒരുപക്ഷെ 16 17 സംഘടനകളായിരിക്കും. മറിച്ച് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ എണ്ണം പരിശോധിച്ചിരുന്നാൽ നമുക്കത് കാണാൻ കഴിയും. 81 സംഘടന രൂപീകരിച്ച് അതിന്റെ പ്രവർത്തന കാലയളവിൽ ഒരു ആനുകൂല്യവും ഇല്ലാതിരുന്ന തയ്യൽ തൊഴിലാളി സമൂഹത്തിന് ആനുകൂല്യത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് മറ്റു തര തൊഴിലാളികളോടൊപ്പം തയ്യൽ തൊഴിലാളികളെയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ പ്രവർത്തനം നടത്തി. താനെ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ചെറുപ്പക്കാർക്ക് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച എവിൻ ആൻഡോയെ വസതിയിലെത്തി വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ അനുമോദിച്ചു. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ ശനിയാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ പരിക്കുപറ്റിയ സ്കൂട്ടർ യാത്രക്കാരനാണ് എവിന്റെ സമയോചിതമായ ഇടപെടലിൽ CPR നൽകിയതിനെ തുടർന്ന് ജീവൻ തിരിച്ചു കിട്ടിയത്. ജോലിക്ക് പോകുന്നതിന് ബസ് കാത്തു നിൽക്കുന്നതിനിടെ കൺമുന്നിൽ നടന്ന അപകടത്തിലാണ് ഇടപെടൽ നടത്തിയത്. പെരിങ്ങോട്ടുകരയിലെ ടാലന്റ് ട്യൂഷൻ സെന്റർ നടത്തുന്ന ആൻഡോ ഷീബ ദമ്പതികളുടെ മകനാണ് എവിൻ. ചടങ്ങിൽ മെജോഷ്, പോൾ, സുബിൻ എന്നിവർ സംസാരിച്ചു. ഇന്നലെ പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ നടന്ന അപകടത്തിൽ ശ്വാസം കിട്ടാതെ വളരെ അത്യാസന്ന നിലയിലായിരുന്ന ആ അപകടത്തിൽപ്പെട്ട ശശീന്ദ്രേട്ടന് നമ്മുടെ ഫസ്റ്റ് CPR നൽകിക്കൊണ്ട് വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നിപ്പോൾ അവർ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കുറുക്കഞ്ചേരിയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. എന്നിരുന്നാൽ പോലും നമുക്കറിയാം, ഒരു അപകടം പറ്റി ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ചെയ്യാനും പറ്റാത്ത ഒരു കാര്യമാണ് ഇവൻ ചെയ്തത്. പ്രത്യേകിച്ച് എൻ്റെ 5-ാം വാർഡിലെ ഒരു വോട്ടർ കൂടിയാണ് എവിൻ. അപ്പോൾ എല്ലാവിധ അഭ്യന്തരങ്ങളും ഹൃദയപൂർവ്വം എവിന് നേരുകയാണ്. ഇന്നലെ അപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്താണ് ഇത് ഉണ്ടായത്. ഞാൻ ബസ് കയറാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്.
അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്തേക്കാണ് ആൾ തെറിച്ച് വീണത്. അപ്പോൾ ആളവിടെ കിടക്കണ കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഓടി എത്തായിരുന്നുണ്ടായത്. പിന്നെ ആൾക്ക് പെട്ടെന്ന് ശ്വാസമില്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞാനപ്പോൾ തന്നെ ഒരു CPR എന്ന രീതിയിൽ ആദ്യം ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അപ്പോൾ ആൾ ആ സമയത്താണ് കുറച്ചുകൂടി ആൾക്കൊരു പിന്നെ ഒരു ശ്വാസം കിട്ടിയത്. അപ്പോൾ അത് പെട്ടെന്ന് ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയത് ഒരു വലിയ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. ചാഴൂർ SNM HSS, പഴുവിൽ സെയിൻറ് ആന്റണീസ് HSS, ഹൈസ്കൂൾ അന്തിക്കാട് എന്നീ വിദ്യാലയങ്ങളിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് പെരിങ്ങോട്ടുകര ഗവൺമെന്റ് സ്കൂൾ മൈതാനിയിൽ നടന്നു. അയ്യപ്പൻ തമ്പൽ വീട്ടിൽ ജ്വലിച്ചു നിൽക്കുന്നു, ഒരു പോറൽ പോലും ഏൽക്കാതെ. കേഡറ്റുകൾ പാസിംഗ് ഔട്ടിൽ പങ്കെടുത്തു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KS സുബിന്ദ് കേഡറ്റുകൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സുനി ടീച്ചർ, ജോളി ടീച്ചർ, ഷിലി ടീച്ചർ, അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ CPOമാരായ ആഷിഖ്, രാമചന്ദ്രൻ, സുർജിത്ത്, DIമാരായ സോണി PX, വിപിൻ KV എന്നിവരും പങ്കെടുത്തു. പഴുവിൽ സെയിൻറ് ആന്റണീസ് HSSലെ ജിയ ജിബു പാസിംഗ് ഔട്ട് കമാൻഡറായിരുന്നു. പാസിംഗ് ഔട്ട് പരേഡിലെ ഏറ്റവും നല്ല ബോയ്സ് പ്ലറ്റൂണായി അന്തിക്കാട് HSലെ പ്ലറ്റൂണിനെയും ഏറ്റവും നല്ല ഗേൾസ് പ്ലറ്റൂണായി ചാഴൂർ SNMHSSലെ ഗേൾസ് പ്ലറ്റൂണിനെയും തിരഞ്ഞെടുത്തു. MLA CC മുകുന്ദൻ, അന്തിക്കാട് SA സുബിന്ദ് തുടങ്ങിയവർ കേഡറ്റുകൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. നമ്മുടെ പല സ്കൂളുകൾക്കും ഇതിൻ്റെ ഓർഡർ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഇടപെടാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇവിടെ സ്കൗട്ട് SVP നടപ്പാക്കുന്ന കാര്യത്തിലൊക്കെ വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ പരിശീലന പരിപാടികളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേഡർ സമ്പത്ത് വളരെ മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ലോക രാജ്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം നമ്മുടെ ഇന്ത്യയുടെയും അതുപോലെ കേരളത്തിനുമെല്ലാം മാതൃകയായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം വളരെയേറെ മെച്ചപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ലയ്ക്ക് കപ്പ് നേടിയതിൽ ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്നതിന് നേതൃത്വം നൽകിയ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സമ്മാനാർഹമായ 2 നാടകങ്ങളുടെ രചന നിർവഹിക്കുകയും ചെയ്ത പെരിങ്ങോട്ടുകരയുടെ അഭിമാനം ശ്രീജിഷ് K പൊയ്യാറയെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം വസതിയിലെത്തി ഷാൾ അണിയിച്ചും മൊമെന്റോ നൽകിയും അനുമോദിച്ചു. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റഡി സെന്റർ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആൻഡ്രോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റഡി സെന്റർ ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, വില്ലി പട്ടത്താനം, നാരായണൻ കാരയിൽ, ജഗദീഷ് രാജ് വാളമുക്ക് എന്നിവർ പ്രസംഗിച്ചു. വിനായകൻ ചെമ്മാപ്പള്ളി, ബെന്നി ആഞ്ഞിലപ്പടി, സക്കീർ ചെമ്മാപ്പള്ളി, ബിനോയ് മേനോത്തും പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. എന്തായാലും ഇങ്ങനെയൊരു നേട്ടം ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചതിൽ ആദ്യം പറയുന്നു, അത് ഒരു പ്രാവശ്യം കൊണ്ട് ഉണ്ടാക്കിയതല്ല, ഒരു വർഷം കൊണ്ട് ഉണ്ടായതല്ല, തുടർച്ചയായ കുറേ വർഷങ്ങളുടെ പ്രയത്നഫലമാണ് ഇങ്ങനെയുള്ളൊരു നേട്ടം കിട്ടിയത്. അത് പഠനത്തിലായാലും കായികമായാലും കലാപരമായാലും ഞങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ അഭിമാനമുണ്ട്. തീർച്ചയായും എൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല അത്, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല ഞാൻ ലീഡർ ആണെന്ന് മാത്രം, അത് ലീഡ് ചെയ്യുന്നു എന്ന് മാത്രം. അവിടുത്തെ അധ്യാപകർ, നല്ല മികവുറ്റ കുട്ടികൾ, പരിശീലനം, പിന്നെ അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർ എല്ലാവരും ഉൾച്ചേർന്നിരിക്കുന്നു. അതുപോലെ മാനേജ്മെൻറ്റ്, PTA എല്ലാവരും ഉൾച്ചേർന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടായ സംരംഭത്തിനാണ് എന്തും മാറ്റിമറിക്കാൻ സാധിക്കുള്ളൂ, അല്ലാതെ ഒറ്റ ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നല്ല. ഇപ്പോൾ അതിനെ പ്രതിനിധീകരിച്ച് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്, അല്ലാതെ എൻ്റെ കഴിവൊന്നും ഇതിൽ പ്രകടമല്ല.
വാര്യം കോൾപ്പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച നടന്ന വിളവെടുപ്പ് കാരുണ്യത്തിന്റെ മധുരമുള്ള വിളവെടുപ്പായി മാറി. കോൾപ്പടവിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകൻ കൂടിയായ CP സാലിഹിന്റെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കറോളം കോൾപ്പാട ശേഖരത്തിലെ വിളവെടുത്ത നെല്ല് അരിയാക്കി തൃശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലെ ക്യാൻസർ, TB വാർഡുകളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണമാക്കി നൽകാനുള്ള തീരുമാനമാണ് ഈ വിളവെടുപ്പിനെ വേറിട്ടതാക്കിയത്. ഞായറാഴ്ച രാവിലെ മനക്കോടി അയ്യപ്പസ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്ന കൊയ്ത്തുത്സവം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വിള കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ കാണുന്ന ഏറ്റവും വലിയ സന്തോഷം CP സാലിഹിന്റെ നേതൃത്വത്തിൽ ഈ 10 ഏക്കർ ഭൂമി ഇവിടുത്തെ കർഷകർ വിളയിച്ചെടുത്തിട്ടുള്ള നെല്ല് പൂർണ്ണമായിട്ടും അരിയായി കുത്തിയെടുത്ത് നമ്മുടെ ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലേക്ക് കഞ്ഞി കൊടുക്കാൻ, അവിടുത്തെ ആളുകൾക്ക് കഞ്ഞിയും ചോറും ഒക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ടുണ്ടാക്കുന്ന നെല്ലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. വാര്യംകോളിൽ നമ്മൾ കഴിഞ്ഞ തവണ വലിയ പ്രതിസന്ധികൾ നേരിട്ട മഴക്കാലത്ത് ഒരുപക്ഷെ ഇത് പൂർണ്ണമായിട്ട് തകർന്നു പോകുമോ എന്ന് പേടിച്ച് ആളുകൾ ഇരുന്നതാണ്. പക്ഷേ കർഷകരുടെ ഇച്ഛാശക്തി കൊണ്ട് മനോഹരമായത് വിളയിച്ചെടുത്തു എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന CP സാലിഹി ഇങ്ങനെ തീരുമാനിച്ചതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉയർന്ന മാതൃക കാട്ടിയ പടവിലെ കർഷകനും CP ട്രസ്റ്റ് ചെയർമാനുമായ CP സാലിഹിനെ റവന്യൂ മന്ത്രി രാജൻ മാനവസേവാ പുരസ്കാരം നൽകി ആദരിച്ചു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി സജീഷ്, വാർഡംഗം K രാഗേഷ്, അരിമ്പൂർ കൃഷി ഓഫീസർ സ്വാതി ബാബു, അരിമ്പൂർ പഞ്ചായത്ത് സംയുക്ത പാടശേഖര സമിതി പ്രസിഡന്റ് KK മുകുന്ദൻ, വാര്യംകോൾ പാടശേഖര സമിതി പ്രസിഡന്റ് KC പുഷ്കരൻ, സെക്രട്ടറി KK അശോകൻ, തങ്ക പ്രഭാകരൻ, CA വർഗീസ്, MM അനീഷ്, PK കേരളകുമാരൻ, PK സിജി, ശ്രീരഞ്ജിനി, ജയശ്രീ കോക്കന്ത്ര എന്നിവർ സംസാരിച്ചു. പുറംചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകി 10 ദിവസത്തോളം 117ഓളം കൃഷിഭൂമി 3 തവണ വെള്ളത്തിനടിയിലായി കിടക്കുകയും കൃഷി നശിച്ച ഏകദേശം 50 ലക്ഷം രൂപ ഈ പടവിന് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഈ നഷ്ടം സഹിച്ചും ക്ഷമയോടെ കർഷകർ ചെയ്ത കൃഷിക്ക് ഇക്കുറി മികച്ച വിളവാണ് ലഭിച്ചത്. പുറംചാൽ കവിഞ്ഞ് വെള്ളമൊഴുകുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ ഇറിഗേഷനും PWDയും KLDCയും കൂടി ആലോചിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കി തന്നാൽ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് മന്ത്രി കെ രാജൻ ഉറപ്പു നൽകി. കാലഭേദങ്ങൾ അറിയണം, മണ്ണിൽ പണിയെടുക്കാനുള്ള മനസ്സുണ്ടാകണം. മണ്ണിൽ പണിയെടുക്കുന്നത് കേവലം പണം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ആ ഉൽപാദനത്തിലൂടെ കൃഷിയിൽ ഇടപെടുന്നതിലൂടെ ഒരു നാടിൻ്റെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള നാളകളെ സംരക്ഷിക്കാനുള്ള ഒരു ഇടപെടൽ കൂടിയാണ് താൻ നടത്തുന്നത് എന്ന ബോധ്യം ഉണ്ടാകണം. ഇതൊക്കെയാണ് കൃഷിക്കാരൻ്റെ അടിസ്ഥാന വസ്തുതകൾ. CP സാലിഹിനെ ദീർഘകാലമായിട്ട് അറിയാവുന്ന ഒരാളാണ്. കുറച്ചുകൂടി അകലത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളുമായി നേരിട്ടറിയാൻ കഴിഞ്ഞത് ജനപ്രതിനിധിയായി വന്ന ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള കോവിഡ് കാലത്തും അതിനേക്കാൾ ഭീകരമായി കേരളം കണ്ട പ്രളയകാലത്തും അവസാനമുണ്ടായ ചൂരൽമല ദുരന്തത്തിലുൾപ്പെടെ ഓരോ ദുരന്തഘട്ടത്തിലും അദ്ദേഹം കാണിക്കുന്ന മനസ്സാന്നിധ്യവും ഇടപെടലും നേരിട്ട് അനുഭവിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം കൃഷി ചെയ്ത നെല്ലിലെ കുത്തി അരി ആൾ ഇന്ന് വരെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എനിക്കറിയില്ല. എല്ലാം ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ അത് കൃഷിയിലൂടെ അദ്ദേഹം അത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടി ചെയ്യുന്നു എന്നുള്ളതൊരു മാതൃകയാണ്. അപ്പോൾ കർഷകരെ സഹായിക്കുന്നു, കൃഷിയെ സ്നേഹിക്കുന്നു, അതോടൊപ്പം തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിനൊരു പുതിയൊരു തല ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞൊരു പരിപാടിയാണ്. അതുകൊണ്ട് വലപ്പാട് ശ്രീ കാളിച്ചാത്തൻ മലങ്കുറത്തി പുളിയമ്പുള്ളി നമ്പൂതിരി മഠത്തിൽ ബ്രഹ്മവെള്ളാട്ടിനും തിറമഹോത്സവത്തിനും തുടക്കമായി. ഫെബ്രുവരി 14-ന് ശ്രീ പുളിയമ്പുള്ളി നമ്പൂതിരിക്കും ദുർഗാദേവിക്കും അമൃതകുംഭ ജ്യോതി കൊളുത്തി ഉത്സവം തുടക്കം കുറിച്ചു. രാവിലെ വിശേഷൽ പൂജകൾക്ക് ശേഷം ശ്രീ പുളിയമ്പുള്ളി നമ്പൂതിരിക്ക് കളം തോറ്റമ്പാട്ട്, വൈകിട്ട് ശ്രീ ദുർഗാ ഭഗവതിക്ക് കളം തോറ്റമ്പാട്ട്, ദീപാരാധന, ചുറ്റുവിളക്ക്, തായമ്പക എന്നിവ നടന്നു. ഫെബ്രുവരി 15-ന് ശ്രീ കാളിദേവിക്ക് ഉത്സവം. രാവിലെ ഗണപതി ഹവനം, അഭിഷേകങ്ങൾ, വിശേഷൽ പൂജകൾ, ശിവേലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് കൂട്ടി എഴുന്നള്ളിപ്പ്, ദീപാരാധന, ചുറ്റുവിളക്ക്, രാത്രി നൃത്തനൃത്യങ്ങൾ, നടയ്ക്കൽ പറയെടുപ്പ്, തായമ്പക, പുലർച്ചെ കൂട്ടി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ബാസ്റ്റൻ വിനയ് സുന്ദർ തിടമ്പേറ്റി. മഠാധിപതി KC സുനിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വിഷ്ണുമായ സ്വാമിയുടെ വേഷമണിഞ്ഞു വന്ന കൂർക്കഞ്ചേരി സ്വദേശി കുമാരി പ്രണയ പ്രശാന്തിന് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. മഠാധിപതി KC സുനിൽ പ്രണയ പ്രശാന്തിന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് പ്രണയ പ്രശാന്തിന്റെ വിഷ്ണുമായ സ്വാമിയുടെ നൃത്തവും അവതരിപ്പിച്ചു. ശബരിമല അയ്യപ്പനായും രാംലല്ലയായും മുൻപ് പ്രണയ വേഷമണിഞ്ഞിരുന്നു.
ഭഗവതി മലരേ വിഷ്ണുമായേ സ്വാമി കുളിവക പോറ്റി വളർത്തിയ പൊന്നുണ്ണിമായേ വലപ്പാട് സാഗര തീരെ സങ്കടനാശകനായി കുളിയമ്പുള്ളി വാഴുന്നൊരുണ്ണി വിഷ്ണുമായ സ്വാമി കാളിയമ്മ കൂട്ടാണ് നേര് കാക്കും തീയാണ് ഉള്ളു നിറഞ്ഞ് കള്ളമൊഴി. മലപ്പുറ ബീച്ച് അരയംകുന്ന് CPIM-ന്റെയും DYFI-യുടെയും നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. മലപ്പുറ ബീച്ച് അരയംകുന്ന് CPIM DYFI നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള ജൈവ പച്ചക്കറി കൃഷി തൈനടിയിൽ ഉദ്ഘാടനം CPIM മലപ്പുറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തോമസ് മാസ്റ്റർ നിർവഹിച്ചു. PK സുരേഷ് ബാബു അധ്യക്ഷനായി. ചടങ്ങിൽ മലപ്പുറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനു N ശ്രീധർ, മലപ്പുറ കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ, കൃഷി അസിസ്റ്റന്റ് സജിത, DYFI മേഖലാ പ്രസിഡന്റ് അമൽ T പ്രേമൻ, മുരളീധരൻ, PB ഖാലിദ്, അനീഷ് KT, സതീഷ് വളവത്ത് എന്നിവർ നേതൃത്വം നൽകി. പടവല, കയ്പ, മത്തൻ, കുമ്പളം എന്നിവയാണ് കൃഷി നടത്തുന്നത്. ഇവിടെ ഒരു കൃഷിക്ക് രൂപം കൊടുക്കുകയും ആ കൃഷി വളരെ വിജയകരമായിട്ട് കൊണ്ടു നടക്കാൻ ഇവിടുത്തെ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ജൈവ പച്ചക്കറി കൃഷിക്കാർക്ക് സാധിച്ചു എന്നുള്ളത് അത് ഈ പരിസരത്തും അതുപോലെ തന്നെ DYFI-യുടെയും അതുപോലെ തന്നെ CPM-ൻ്റെയും സഖാക്കൾക്ക് ഒരു ഉത്തേജനമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ബിനു സൂചിപ്പിച്ച പോലെ സമീപ പ്രദേശങ്ങളിലെ ആളുകളെല്ലാം ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ജൈവ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, സംസ്ഥാനത്തേക്ക് മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറിക്ക് ഒരു വലിയ തോതിലുള്ള കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പത്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്കറിയാൻ കഴിയും. ഇടവേള. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. മാർച്ച് 6 നടത്തുന്ന ഏങ്ങണ്ടിയൂർ ആയിരങ്കണ്ണി ഭഗവതി ക്ഷേത്രമുത്സവത്തിന്റെ മുന്നോടിയായി ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളുടെയും വടനപ്പള്ളി പോലീസിന്റെയും ഫോറസ്റ്റ് ഓഫീസർമാരുടെയും സംയുക്ത യോഗം ചേർന്നു. ഉത്സവത്തിന് 31 ആനകളെ അണിനിരത്താൻ തീരുമാനിച്ചു. വടനപ്പള്ളി CI BS ബിനു, SI ശ്രീലക്ഷ്മി, SI വിനീത്, ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽകുമാർ, രാജു, കമ്മിറ്റി അംഗങ്ങളായ ജയറാം കടവിൽ, രാജേഷ്, ബിനീഷ്, വത്സൻ, ട്രസ്റ്റിമാരായ വിശ്വംഭരൻ കാതോട്ട്, വിദ്യാസാഗരൻ കാതോട്ട്, രാമൻകുട്ടി കാതോട്ട് എന്നിവർ സംസാരിച്ചു. 3-4 കാര്യങ്ങളെ പറയാം. അതിനുശേഷം പിന്നെ നമുക്ക് ഓരോ കമ്മിറ്റിക്കാരുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ സംസാരിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ക്ഷേത്രത്തിൽ ആന അടഞ്ഞ് 3 പേര് മരിക്കാനിടയായ സാഹചര്യമുണ്ട്. അപ്പം നാട്ടാന പരിപാലന ചട്ടപ്രകാരം കുറേ റെസ്ട്രിക്ഷൻസ് അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ ഹൈക്കോടതി കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഓർഡറുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നാട്ടാന പരിപാലന ചട്ടത്തിനകത്ത് പറയുന്ന രീതിയിലുള്ള ആനയെ മാത്രമേ എഴുന്നള്ളിപ്പിനെ കൊണ്ടുവരാനായിട്ട് പാടുള്ളൂ. അതിന് ഒന്ന് ഫോറസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ ആനയുടെ വെറ്റിനറി ഡോക്ടറുടെ ആനയുടെ ഫിറ്റ്നസ്, റീസെൻ്റായിട്ടുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ കമ്മിറ്റിക്കാരും ആന റീസെൻ്റായിട്ടുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
അതുപോലെ ആന ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കും, ആ ഇൻഷുറൻസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ റീസെൻ്റ് നിങ്ങൾ ഈ ആന എവിടെയെങ്കിലും പൂരത്തിന് പങ്കെടുത്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അങ്ങനത്തുള്ള പ്രശ്നകാരിയായിട്ടുള്ള ആനയാണോ എന്നുള്ള കാര്യം കൂടെ നിങ്ങളത് അന്വേഷിക്കണം. നിങ്ങളുടെ ക്ലബ് തൃശൂർ ജില്ലയിൽ നീള അക്വാഫാം പാലാഴി എന്ന സ്ഥലത്ത് 2.8 ഹെക്ടറിൽ എംബാങ്ക്മെന്റ് പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. മള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷനായി. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തനൂരാൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ജനപ്രതിനിധികളായ സിന്ധു ശിവദാസ്, രതീഷ് കൂനത്ത, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ UM ശ്രുതിമോൾ, ഫിഷറീസ് ഓഫീസർ സിനി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ജനശ്രീ സുസ്ഥിര മിഷൻ വാടനപ്പള്ളി മണ്ഡലം സഭാ കൺവെൻഷൻ ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാൻ O. അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ ബറാത്ത് നോമ്പുള്ള ദിവസം കൊണ്ടുപോയിട്ട് വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. വലിയൊരു മുസ്ലിം മകനാണ്. അതെ, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ നിർത്തണം. 5:30 മണിക്ക് എന്ന് പറഞ്ഞില്ല, 5:30 മണിക്ക്. അപ്പോ 6:32 പങ്ക് കൊടുക്കുള്ളൂ. അത് 33. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, സമ്പാദ്യങ്ങളുടെ ഒരു സംഘം വിമാനയാത്ര നടത്താൻ തീരുമാനിച്ചു. ജീവിതത്തിൽ ജനശ്രീ ഇല്ലെങ്കിൽ അവർക്ക് വിമാനയാത്ര നടത്താൻ പറ്റും. രാവിലെ നേരത്തെ പുറപ്പെട്ടു. ജനശ്രീ നിയോജക മണ്ഡലം യൂണിയൻ ചെയർമാൻ PK രാജൻ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി മണ്ഡലം സഭാ ചെയർമാൻ CR രമേശ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി CM നൌഷാദ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ജനശ്രീ കേന്ദ്ര കമ്മിറ്റി അംഗം KV ഷാനവാസ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ, ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷീജ ടീച്ചർ, ജനശ്രീ മിഷൻ ജില്ലാ ട്രഷറർ ഷീഭ പ്രദീപ്, ജനശ്രീ മണലൂർ ബ്ലോക്ക് യൂണിയൻ സെക്രട്ടറി സുനിൽ സുഷിശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. കഴിമ്പ്രം VPM SNDP HSSൽ എഡ്യൂഫെസ്റ്റും യാത്രയപ്പ് സമ്മേളനവും വാർഷിക ആഘോഷവും നടന്നു. 1500-ൽ പരം വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ആദരിച്ചു. എഡ്യൂഫെസ്റ്റ് ഉദ്ഘാടനവും പുതിയ ബാൻഡ് സെറ്റ് സമർപ്പണവും SNDP യോഗം സ്കൂൾ ആൻഡ് SN ട്രസ്റ്റ് സ്കൂളിന്റെ എഡ്യൂക്കേഷൻ സെക്രട്ടറിയായ EG ബാബു നിർവഹിച്ചു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹയർ സെക്കൻഡറി അധ്യാപിക ഷീജ PBക്ക് യാത്രയയപ്പ് നൽകുന്ന സമ്മേളനം SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളിൽ വിജയം നേടിയ പ്രതിഭകളെ CC മുകുന്ദൻ MLA ആദരിച്ചു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷനായി. സിനി ആർട്ടിസ്റ്റ് നന്ദകിഷോർ, വലപ്പാട് CI MK രമേശ്, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, പ്രിൻസിപ്പാൾ ജയലക്ഷ്മി, ഷൈൻ നെടിയിരുപ്പിൽ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, മധു ശക്തിധരപ്പണിക്ക, സജിൻ KS, ശിഷ്മ പ്രശാന്ത്, പ്രസാദ് മാസ്റ്റർ, അശ്വതി ഷൺജിത്ത്, ബിജു ശശീന്ദ്രൻ പുളിക്കൽ, NS രമേശ് ബാബു, പ്രേംകുമാർ തൈപ്പറമ്പത്ത്, പ്രധാന അധ്യാപിക ബീന T രാജൻ, ഫാത്തിമ സനം M എന്നിവർ സംസാരിച്ചു. ഇന്ന് വിദ്യാഭ്യാസ മേഖല ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ചുറ്റിപ്പറ്റി അനുദിനം ദൃശ്യപത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തന്നെ വളരെ ഭയാനകമായ രീതിയിൽ സ്കൂളുകളിലേക്ക് മയക്കുമരുന്നിൻ്റെ പ്രവാഹം വളരെയധികം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കേരള അസംബ്ലിയിൽ പോലും പ്രതിപക്ഷ നേതാവും വകുപ്പ് മന്ത്രിയും തമ്മിൽ വാക്കേറ്റവും വാക്പോരും നടക്കുന്നത് കണ്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ കടന്നുകയറ്റത്തെ തടയാൻ വേണ്ടി കേരളം ഭരിക്കുന്നവർക്കോ പോലീസിനോ യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വാക്പോരാട്ടം കണ്ടു. അതുപോലെ തന്നെ ഇന്നലെ തിരുവനന്തപുരത്ത് തളികുളം ലയൺസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പിലയുടെയും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K വാര്യരുടെയും ഔദ്യോഗിക സന്ദർശനവും ചാർട്ടേഡ് ഡേ സെലിബ്രേഷനും നടന്നു. ക്ലബ് പ്രസിഡന്റ് TN സുഗതൻ അധ്യക്ഷനായി.
മുൻ പ്രസിഡന്റുമാർ, ചാർട്ടർ അംഗങ്ങൾ, MJF അംഗങ്ങൾ എന്നിവരെ ഗവർണർ ആദരിച്ചു. ക്ലബിന്റെ ന്യൂസ് ബുള്ളറ്റിൻ സെക്കൻഡ്സ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് കെ വാര്യർ പ്രകാശനം ചെയ്തു. കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറുന്ന ചടങ്ങ് ഡിസ്ട്രിക്ട് പാലിയേറ്റീവ് കോർഡിനേറ്റർ KM അഷ്റഫ് നിർവഹിച്ചു. റീജിയൻ ചെയർപേഴ്സൺ MC മദനകുമാർ, സോൺ ചെയർപേഴ്സൺ PS ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ഡോക്ടർ ദിലീപ്, ട്രഷറർ രാജേഷ് കുമാർ, PK ഭരതൻ എന്നിവർ സംസാരിച്ചു. വലിയ വേദനയോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി പത്രം വായിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള കൊടുങ്ങല്ലൂരാണ് അമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നത്. നമുക്കറിയാം, നേഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ദേഹത്ത് റാഗിംഗ് എന്ന രൂപത്തിൽ നടത്തിയ ക്രൂര കർത്തവ്യങ്ങൾ മുഴുവൻ ഇന്നലെ ചാലക്കുടിയിൽ നടന്ന ബാങ്കുകൾ, ഇങ്ങനെ ഓരോ ദിവസവും പത്രത്തിന്റെ ആദ്യ പേജ് രണ്ടാമത്തെ പേജും വായിക്കാതെ പോകേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. നമുക്ക് 8 ഗ്ലോബൽ കോസുകളുണ്ട്. ഒരുപക്ഷെ ഈ 8 ഗ്ലോബൽ കോസിനേക്കാൾ കൂടുതൽ ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മേഖല അത് മെന്റൽ ഹെൽത്ത് ആണ് എന്ന് ഇന്റർനാഷണൽ തിരിച്ചറിയാൻ ഏറെ താമസമുണ്ടാകില്ല എന്നൊരവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നാട്ടിക ഈസ്റ്റ് UP സ്കൂളിലെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും നടന്നു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങ് റേഡിയോ ജോക്കി RJ സുബ്ബു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അതിനൊരു പ്രശ്നമായി കാണണ്ട. നേരെ വൈകിയെന്ന് കരുതി ഞാൻ പറയാൻ പോകുന്ന വാക്കുകളെ ചുരുക്കണോ വേണ്ടയോ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അങ്ങനെ ഞാൻ കുറച്ച് ചുരുക്കാൻ തന്നെ തീരുമാനിക്കുന്നു, കാരണം സമയത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. എന്തായാലും ഞാൻ വന്നപ്പോൾ ആദ്യം കണ്ടത് നമ്മുടെ ഗ്രീൻ റൂമിലാണ്. ഭയങ്കര സുന്ദരികളും സുന്ദരന്മാരായിട്ട് കുട്ടിയോട് ഡാൻസ് കളിച്ചോട് വന്ന് നിൽക്കുന്നു. പൂക്കളെ പോലെ അല്ലെ, കുട്ടികളുടെ ഏറ്റവും വലിയൊരു രസം പൂക്കളെ പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കുട്ടികളും, ഒരു കുട്ടി മാത്രമല്ല. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും സുന്ദരമായ ഒരു കാലം നമ്മുടെ കുട്ടിക്കാലമാണല്ലോ. എല്ലാ പാരന്റ്സിനും അറിയാം അല്ലെ. നമ്മുടെ കുട്ടിക്കാലത്തോളം മാധുര്യമുള്ള മനോഹരമായ ഒരു കാലം നമ്മുടെ ലൈഫിൽ കിട്ടാനേ പോണില്ല. എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ അത്രമാത്രം നിഷ്കളങ്കതയും അത്രമാത്രം സ്നേഹവും എല്ലാവരോടും നമുക്ക് തുറന്ന മനസ്സാണ്. വലുതാകും തോറും എന്താ സംഭവിക്കാം? നമ്മൾ ഭയങ്കരമായിട്ട് അല്ലെ, നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകും. ആ സിമ്പിൾ പ്രോസസ്സിൽ നിന്ന് നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ അവസ്ഥയിലേക്ക് മാറും. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. പക്ഷെ കുട്ടിക്കാലത്ത് നമ്മൾ ആരും ഇങ്ങനെയല്ല. PTA പ്രസിഡന്റ് ഇംതിയാസ് അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജുബി പ്രദീപ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സ്റ്റാഫ് സെക്രട്ടറി KR ബൈജു, സ്കൂൾ ഹെഡ് മിസ്ട്രസ് PN നിത്യകല, MPTA പ്രസിഡന്റ് PV വിൻസി, വികസന സമിതി വർക്കിംഗ് ചെയർമാൻ KV സജീവ്, സ്കൂൾ ലീഡർ KR ആര്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് എൻഡോവ്മെന്റ് വിതരണവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാട്ടിക മത്സ്യഭവന കീഴിൽ വരുന്ന കയ്പമംഗലം പഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. 1 സെന്റിന് 30 മത്സ്യക്കുഞ്ഞുങ്ങൾ എന്ന നിരക്കിലാണ് പഞ്ചായത്തിൽ അപേക്ഷ വെച്ച എല്ലാ മത്സ്യകർഷകർക്കും കാർപ്പ് കുഞ്ഞുങ്ങളെ നൽകിയത്. പഞ്ചായത്തിലെ പൊതുകുളമായ കാട്ടിക്കുളത്തിലും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. 20,000-ഓളം കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ സൗജന്യമായി വിതരണം ചെയ്തു. പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, കൂടാതെ മത്സ്യകൃഷിയുടെ വ്യാപനമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർമാർ, നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, അക്വാകൾച്ചർ പ്രൊമോട്ടർ സാഗർ മിത്രകൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശങ്ങളൊരുങ്ങി പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രോത്സവം ബുധനാഴ്ച. മുക്കുപണ്ടം പണയം വെച്ച ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച 3 പേരെ വലപ്പാട് പോലീസ് പിടികൂടി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.